ഒരു പെൺകുട്ടി ജീവിതത്തിൽ ഒരാളിൽ നിന്ന് മാത്രം സ്നേഹം പ്രതീക്ഷിച്ചു. പക്ഷേ അവൾക്ക് സ്നേഹം ലഭിച്ചത് ഒരു മനുഷ്യനിൽ നിന്നായിരുന്നില്ല, ഒരു മൃഗത്തിൽ നിന്നായിരുന്നു. ഇവനാണ് എൻ്റെ ജീവിതം. അവൾ പറഞ്ഞ ആ വാക്കുകൾ ഇന്നും പലർക്കും ഞെട്ടലാണ്. മലേഷ്യയിലെ ഒരു ചെറിയ ഗ്രാമം. അവിടെയായിരുന്നു അവളുടെ വീട്. കല്യാണം കഴിഞ്ഞ് പുതിയ ജീവിതം തുടങ്ങിയത് ഒരു മൃഗശാലയിൽ ജോലി ചെയ്യുന്ന ഭർത്താവിനൊപ്പം. ആദ്യ ദിവസങ്ങളിൽ എല്ലാം സാധാരണയായിരുന്നു. പക്ഷേ അത് അധികം നാൾ നീണ്ടില്ല. വീട്ടിൽ ചെറിയ കാര്യം പോലും പ്രശ്നമായി. അവളുടെ ഓരോ പിഴവും ശിക്ഷയായി മാറി. മർദ്ദനം, അപമാനം അവളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. മൃഗശാലയിൽ ആളുകൾ കാണാത്ത ഒരു മൂലയിലേക്ക് അവളെ കൊണ്ടുപോയി മർദ്ദിക്കുമായിരുന്നു. ഇതെല്ലാം ഒരാൾ മാത്രം കണ്ടുകൊണ്ടിരുന്നു, ഒരു ചിമ്പാൻസി. ഒരു ദിവസം അവൾ മർദ്ദനമേറ്റ് അവശയായി ഇരിക്കുമ്പോൾ ആ ചിമ്പാൻസി തനിക്ക് കിട്ടിയ ആപ്പിൾ അവൾക്കു നീട്ടിക്കൊടുത്തു. ആ ചെറിയ കാര്യം അവളുടെ ജീവിതം മാറ്റി. അവൾക്ക് സംസാരിക്കാൻ ഒരാളെ കിട്ടി, കേൾക്കാൻ ഒരാളെ കിട്ടി, മനുഷ്യനല്ലെങ്കിലും മനസ്സുള്ള ഒരാൾ. ഒരു ദിവസം മൃഗശാലയിൽ കണക്കെടുപ്പ് നടക്കുമ്പോൾ അവളൊരു വലിയ സത്യം കണ്ടെത്തി. ചിമ്പാൻസിയുടെ ഭക്ഷണം പകുതി മാത്രം കൊടുക്കുന്ന ഭർത്താവ് മറ്റുള്ളത് വിറ്റ് പണം ഉണ്ടാക്കുകയായിരുന്നു. അത് ചോദ്യം ചെയ്തപ്പോൾ അവളുടെ ജീവിതം വീണ്ടും നരകകരമായി. പ്രതികാരമായി. അവളെ ചിമ്പാൻസിയുടെ കൂട്ടിൽ അടച്ചു. പക്ഷേ സംഭവിച്ചത് അവൻ കരുതിയതല്ല. ചിമ്പാൻസി അവളെ ആക്രമിച്ചില്ല, പകരം സംരക്ഷിച്ചു. ആ നിമിഷം അവൾക്ക് മനസ്സിലായി ആരാണ് മനുഷ്യൻ, ആരാണ് മൃഗം. ശേഷം സംഭവിച്ചത് ഇനിയും ഞെട്ടിക്കുന്നതായിരുന്നു. ഭർത്താവ് ചിമ്പാൻസിയെ വിഷം കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിൻ്റെ ഇരയായി മറ്റൊരു മൃഗം. സത്യം പറഞ്ഞു വന്നു. അവൻ ജോലി നഷ്ടപ്പെട്ടു. പക്ഷേ അവളുടെ ജീവിതം ഇനിയും പോരാട്ടം തന്നെ. ആ സംഭവത്തിന് ശേഷം അവളുടെ ജീവിതം മാറിപ്പോയിരുന്നു. വീട്ടിലേക്ക് തിരിച്ചു പോകാൻ അവൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. രാത്രി ജോലിയും ഏറ്റെടുത്തു. മൃഗശാലയിൽ തന്നെ. അവൾ അവിടെ തന്നെ താമസിക്കാൻ തുടങ്ങി. പക്ഷേ അവളെ കാത്തിരുന്നത് ഇനിയും ഒരു വേദനയായിരുന്നു. താൻ സ്നേഹിച്ച ആ ചിമ്പാൻസിയെ മറ്റൊരു മൃഗശാലയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ആ വാർത്ത അവളെ തകർത്തു. അവൾക്ക് സഹിക്കാനായില്ല. തന്നോട് സംസാരിച്ചു, തന്നെ മനസ്സിലാക്കിയ ആ ഒരാളെ വിട്ടുപോകാൻ അവൾ തീരുമാനിച്ചു. തനിക്കുള്ളതെല്ലാം വിറ്റ് ആ ചിമ്പാൻസിയെ സ്വന്തമാക്കി. ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്ത് അവൾ പുതിയ ജീവിതം തുടങ്ങി. പക്ഷേ അവളുടെ പഴയ ജീവിതം അവളെ വിട്ടുമാറിയില്ല. ഭർത്താവ് അവളുടെ മുന്നിൽ വീണ്ടും വന്നു. പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങി. ആ നിമിഷത്തിൽ അവൾ ഒരു തീരുമാനമെടുത്തു. ഭയം കൂടാതെ എല്ലാവരുടെയും മുന്നിൽ താൻ സ്നേഹിച്ച ആ ജീവിയോടൊപ്പം തന്നെ തൻ്റെ ജീവിതം തുടരുമെന്ന്. അന്നു മുതൽ അവളുടെ ജീവിതം ഒരു ചോദ്യമായി മാറി. സ്നേഹം രൂപം നോക്കണോ, അല്ലെങ്കിൽ മനസ്സിനെ നോക്കണോ?